നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നമ്മെ വളരെയധികം ഒരിക്കൽ വളരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് എന്നിട്ടും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ശ്രീ മെഹർഷ, ടി കുഞ്ഞമ്പുട്ടി, ശ്രീ വി വിമൽകുമാർ ദാസ് ബാബു, ശ്രീ അബ്ദുള്ളക്കുട്ടി, പ്രിയമുള്ള യാസർ കുട്ടച്ചോല, CP രാജീവ്, DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരെ, കോൺഗ്രസിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, 7500 കോടി രൂപയുടെ വൈദ്യുതി ചാർജാണ് ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത്. നിങ്ങൾ ആലോചിക്കണം, ഈ വൈദ്യുതി ചാർജ് വർധനവ് എങ്ങനെ ഉണ്ടായി? ഈ വൈദ്യുതി ചാർജ് വർധനവിന്റെ പരിപൂർണ ഉത്തരവാദിത്വം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് 2016 കേരളത്തിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്ക് ഒരു ലോങ് ടേം കരാർ, ദീർഘകാല കരാർ ഒപ്പിട്ടത്. കേരളത്തിൽ ജലവൈദ്യുതി പദ്ധതികൾ വെള്ളമില്ലാത്തത് കൊണ്ട് നടത്താൻ കഴിയാത്ത അവസ്ഥയിൽ കേരളത്തിന് വേണ്ടി വൈദ്യുതി വാങ്ങാൻ വേണ്ടിയാണ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ ഈ ദീർഘകാല കരാർ ഒപ്പിട്ടത്. ദീർഘകാല കരാർ ഇന്ന് റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിൽ 2041 വരെ യൂണിറ്റ് 1-ന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്നു. ഈ ഗവൺമെന്റ് ആണ്, അത് അഴിമതിയാണ്, അതിൽ പ്രൊസീജിയറൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വൈദ്യുതി കരാർ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ കൊണ്ട് റദ്ദ് ചെയ്യിപ്പിച്ചു. ആരാണ് ഈ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ? മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരു വിൽസൺ എന്ന CPM കാരൻ. അടുത്ത അംഗം ആരാണ്? പ്രദീപ് എന്ന് പറയുന്ന CITUവിന്റെ ഓഫീസേഴ്സ് യൂണിയന്റെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി. ഇവർ 2 പേരാണ് ഈ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിലെ അംഗങ്ങൾ. ചെയർമാൻ ഒരു IAS ഉദ്യോഗസ്ഥൻ TK ജോസ്. അപ്പൊ ആര്യാടൻ മുഹമ്മദ് കൊണ്ടുവന്ന 2041 വരെ 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി അതിന്റെ ഇന്നത്തെ വില 14 രൂപ വരെയാണ് യൂണിറ്റ് 1-ന്. യൂണിറ്റ് 1-ന് 10 രൂപ മുതൽ 14 രൂപ വരെ വില വർദ്ധിച്ച വിലയ്ക്ക് കേരളം വൈദ്യുതി വാങ്ങുന്നതിന്റെ പിന്നിൽ കൊടിയ അഴിമതിയാണുള്ളത്. ആ ആര്യാടൻ ഒപ്പിട്ട കരാർ പിൻവലിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നത് ഈ വൈദ്യുതി ചാർജ് വർധനവ് വേണ്ടി വരുമായിരുന്നില്ല. വൈദ്യുതിക്ക് 4 രൂപ 29 പൈസയ്ക്ക് ലഭിക്കുമായിരുന്ന കരാർ റദ്ദാക്കി അദാനിയെ പോലെ ജിന്തലിനെ പോലെ ഇന്ത്യയിലെ
സ്വകാര്യ വൈദ്യുതി നിർമ്മാണ വൻകിട കമ്പനികൾക്ക് ലാഭമുണ്ടാക്കി കൊടുക്കാനാണ് ഈ നടപടി ഉണ്ടായത്. അതിന്റെ ഫലമായി ഇന്ന് വൈദ്യുതി ചാർജ് 16 പൈസ വർദ്ധിപ്പിച്ചു. ജനുവരി 1 മുതൽ വീണ്ടും 12 പൈസ വർദ്ധിക്കുക. ആലോചിക്കണം, ഒരു യൂണിറ്റ് വൈദ്യുതി 1 പൈസ വർദ്ധിപ്പിച്ചാൽ മൊത്തത്തിൽ കേരളത്തിൽ 13,000 കോടി രൂപയുടെ വർധനമാണ് ഉണ്ടാകുന്നത്. അപ്പൊ UDF ഗവൺമെന്റ് കാലത്ത് 4 രൂപ 29 പൈസക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി 8 വർഷം പിണറായി വിജയന്റെ ഗവൺമെന്റും അത് മുന്നോട്ട് കൊണ്ടുപോയി. അത് റദ്ദാക്കിയ എന്തിനാണ്? അത് റദ്ദാക്കിയ അദാനിയെ കേരളത്തിലെ വൈദ്യുതി രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. വൻകിട കമ്പനികൾ എന്താണെന്ന് അറിയാമോ? ഈ ജിൻഡൽ 4 രൂപ 29 പൈസക്ക് തന്നുകൊണ്ടിരുന്നവരാണ്. ഇപ്പം കരാർ റദ്ദാക്കിയപ്പോൾ അവര് 10 മുതൽ 14 രൂപയ്ക്കാണ് 1 യൂണിറ്റ് വൈദ്യുതി തരുന്നത്. കേരളത്തിലെ വൈദ്യുതി മേഖല എന്നും CPM-ന് ഒരു കറവ പശുവാണ്. ലാവ്ലിൻ മുതൽ ഇപ്പോഴേ ദീർഘകാല കരാർ റദ്ദാക്കിയത് വരെ പരിശോധിക്കുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പണം കൊയ്യുന്നത് മുഴുവൻ വൈദ്യുതി ബോർഡിലൂടെയാണ്, വൈദ്യുതി മേഖലയിലൂടെയാണ്. കൊണ്ടുവന്ന ദീർഘകാല കരാർ റദ്ദ് ചെയ്ത് വീണ്ടും ഒരു നാടകം കളിച്ചവര് റദ്ദ് ചെയ്തത് വീണ്ടും ഇലക്ട്രിസിറ്റി ആക്ടിന്റെ സെക്ഷൻ 108 അനുസരിച്ച് ആണ് ഞങ്ങൾ റദ്ദ് ചെയ്ത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി അതോറിറ്റി പുനഃസ്ഥാപിച്ചു. അപ്പോൾ കമ്പനിക്കാർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി പറഞ്ഞു, വൈദ്യുതി ആക്ടിന്റെ 108 അനുസരിച്ച് നിങ്ങൾക്ക് പോളിസിയുടെ കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായം പറയാൻ കഴിയൂ. ടാരിഫിന്റെ കാര്യത്തിൽ പറഞ്ഞു റെഗുലേറ്ററി കമ്മീഷന്റെ ദേശീയ തലത്തിലുള്ള സമിതിയായ ആപ്റ്റലിൽ നിങ്ങൾ പോകാൻ പറഞ്ഞു. നമ്മുടെ കേസ് ഇപ്പോൾ ആപ്റ്റലിൽ കിടക്കുകയാണ്. 3 ദിവസങ്ങൾക്ക് മുമ്പ് അതിന്റെ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, കേരളത്തിലെ ഉപഭോക്താക്കളെ മുഴുവൻ പിഴിഞ്ഞ് അതിൽ നിന്ന് പണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് വൻ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് ഈ വൈദ്യുതി ചാർജ് വർധനവിന് എത്തിച്ചിരിക്കുന്നത്. റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വൈദ്യുതി ചാർജ് വർധനവ് ഉണ്ടാവില്ല. അപ്പോൾ അദാനിക്കും അംബാനിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി കേരള ഗവൺമെന്റ് മാറുന്നു. പിണറായി വിജയന്റെ ഭരണത്തിന് ഇനി 15 മാസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് കടുംവെട്ട് നടത്തുകയാണ്. കൊള്ളയാണ് നടക്കുന്നത്. എല്ലാ രംഗത്തും കൊള്ള. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്. ഈ വൈദ്യുതി വർധനവ് ഉണ്ടാക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് വേണ്ടി പണമുണ്ടാക്കാൻ അദാനിക്കും ജിൻഡലിനും ഇന്ത്യയിലെ വൈദ്യുതി നിർമ്മാണ ഭീമന്മാർക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് ഈ കൊള്ള നടക്കുന്നത്. കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും വീട്ടിൽ ഇപ്പൊ ഉയർന്ന കറണ്ട് ചാർജ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഉത്തരവാദി? ഈ സർക്കാരാണ് ഉത്തരവാദി. ഞാൻ പുതിയൊരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി 1990-ൽ നയനാര് മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സ്വകാര്യ മേഖലയിൽ വൈദ്യുത ഉൽപാദനത്തിന് വേണ്ടി അനുമതി നേടിയത്. മണിയാർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലെ മണിയാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഉപയോഗിച്ച് 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജലവൈദ്യുതി പദ്ധതിയാണിത്. ഈ പദ്ധതി കാർബറാൻഡം ലിമിറ്റഡ് എന്ന് പറയുന്ന 3 അങ്കമാലിയിൽ എറണാകുളത്തും പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വേണ്ടിയുള്ള വൈദ്യുതിയാണ്. അതിന് 30 വർഷത്തെ എഗ്രിമെന്റ് ആണ്. BOT ആണ്. BOT മീൻസ് ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. നിർമ്മിക്കുക, പ്രവർത്തിപ്പിക്കുക, പിന്നീട് ഗവൺമെന്റിലേക്ക് കൊടുക്കുക. ഈ കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡിന്റെ ഈ പദ്ധതി
കേരള ഗവൺമെന്റിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് തിരിച്ചു വരണം. പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ 30-ാം തീയതി 30 വർഷം പൂർത്തിയാകുന്നു. സ്വകാര്യ മുതലാളിമാർക്ക് വേണ്ടി പിണറായി വിജയൻ ഗവൺമെന്റ് അടുത്ത 25 വർഷം കൂടി അത് ദീർഘിപ്പിച്ചു തരാനുള്ള തീരുമാനമെടുത്തു. ആ തീരുമാനം വന്നപ്പോഴാണ് ഞാൻ ഇതിൽ അഴിമതി മുടക്കുന്നു എന്ന് പറഞ്ഞത്. കേരളത്തിൽ നമുക്ക് കറണ്ടില്ല, വൈദ്യുതി ക്ഷാമം, നമ്മുടെ നിലയിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കും. സ്വകാര്യ മേഖലയിൽ 12 മെഗാവാട്ട് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്ന 12 മെഗാവാട്ട് വൈദ്യുതി 30 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഗവൺമെന്റിന് തിരിച്ചു നൽകേണ്ടതാണ്. അതാണ് BOT കരാർ. ആ കരാറ് നീട്ടി 25 വർഷം കൂടി നീട്ടി കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടു. ഞാൻ വെല്ലുവിളിക്കുന്നു, മുഖ്യമന്ത്രി ഒപ്പിട്ടില്ലെന്ന് പറയട്ടെ. വൈദ്യുതി മന്ത്രി കോഴിക്കോട് വെച്ച് പറഞ്ഞു, വ്യവസായ വകുപ്പാണ് ആവശ്യപ്പെടുന്നത് നീട്ടിക്കൊടുക്കാൻ. വൈദ്യുതി വകുപ്പ് അതിനെ എതിർക്കുന്നു. വൈദ്യുതി മന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ? ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 30 വർഷത്തിന് ശേഷം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് BOT അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ തിരിച്ചു നൽകേണ്ട പദ്ധതി വീണ്ടും 25 വർഷം കൂടി നീട്ടിക്കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വൻകിടക്കാരനെ സഹായിക്കാനുള്ള മറ്റൊരു അഴിമതിയാണ്. വൈദ്യുതി മന്ത്രിക്ക് വീണടത്ത് കിടന്ന് ഉരുളുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, രമേശ് ചെന്നിത്തല പറയട്ടെ വ്യവസായം വേണ്ട എന്ന്. എനിക്ക് ഇരട്ടത്താപ്പ് നയമില്ല, വ്യവസായം വേണം. അതിനുവേണ്ടി 30 വർഷം സൗജന്യമായി വൈദ്യുതി